Assalamualaikum, welcome to Thahira's kitchen. ഇന്ന് ഞാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ 6 ബ്രെഡ് എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ സ്മാഷ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, അര കഷ്ണം തക്കാളി ചെറുതായി അരിഞ്ഞത്, അര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു കപ്പ് കിഴങ്ങ് ചെറുതായി ഗ്രേറ്റ് ചെയ്തത്, അര കപ്പ് ക്യാപ്സിക്കം, 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അര ടീസ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് പോർഷൻ എടുത്ത് ബോൾസ് ആക്കി ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി സ്നാക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓരോന്നായി ഞാൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മറ്റേ സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഈ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് സ്നാക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.